ആതിരാ, നമുക്കൊരു പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടോ? നമുക്കൊരു അത്യാവശ്യം ടോയ്ലറ്റ് ഉണ്ടോ? നമുക്ക് കാട് മൂടി കിടക്കുന്ന അല്ലാണ്ട് നല്ലൊരു ഫിലിം തിയേറ്റർ ഉണ്ടോ? നമുക്കിനി എന്തെങ്കിലും ഒരു മനസ്സിനൊരു വിഷമം വന്നാലോ ജസ്റ്റ് ഒന്ന് ടൂറിനെല്ലാം പോയി മൈൻഡ് സെറ്റ് ആക്കാന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ടൂറിസം പദ്ധതികളുണ്ടോ? ഒരുപാട് പദ്ധതികളുണ്ട്, പക്ഷെ എല്ലാം കാട് മൂടി കിടക്കുന്നു എന്ന് മാത്രം അല്ലേ? അതെ. ഇതൊക്കെ നമ്മൾ ആരോട് പറയും? ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പയ്യന്നൂരിനെ ഒന്ന് നന്നാക്കി എടുക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ ആരോട് പറയുമെന്ന് ആലോചിച്ചിട്ടല്ലേ ജനങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യും? അതിനല്ലേ നമ്മുടെ MLA. അതെ, നമുക്ക് എന്നാൽ MLA അറിയിച്ചാലോ ഒരുപാട് ജനകീയ വിഷയങ്ങളുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ജനകീയ വിഷയങ്ങളൊക്കെ MLAയുടെ അടുത്ത് എത്തിക്കണം. ഇനി വരുന്ന 5 വർഷത്തിനുള്ളിൽ ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. പയ്യന്നൂരിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം അല്ലെ? തീർച്ചയായും ജനങ്ങളുടെ ആഗ്രഹത്തിനും ജനങ്ങളുടെ അവകാശത്തിനും ഒക്കെ ഒത്ത് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരണമെങ്കിൽ തീർച്ചയായും നമ്മുടെ പയ്യന്നൂർ MLA തന്നെ നേരിട്ട് കാണണം. ഒരു മാറ്റം അത് അനിവാര്യമാണ്. തീർച്ചയായും കൊണ്ടുവരണം അല്ലെ? തീർച്ചയായും പയ്യന്നൂരിന്റെ മാറ്റത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നത് ആർക്കാണ്? നമ്മുടെ MLAക്ക് തന്നെ. തീർച്ചയായും ഒരു മാറ്റത്തിലൂടെ വന്ന ഒരു MLA ആണ് അല്ലെ? ചരിത്രം തിരുത്തി എഴുതിയ ഒരു MLA ഉണ്ട് നമുക്ക്. അതെ. പയ്യന്നൂരിന്റെ ജനകീയ വിഷയങ്ങൾ ആരോട് പറയുമെന്ന് ആലോചിച്ച് ഞങ്ങൾ നേരത്തെ പറയുകയായിരുന്നു. ആ ഒരു കാര്യം ഒരുപാട് മേഖല, ടൂറിസം മേഖലയാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഓരോ മേഖലയിലെ പ്രശ്നങ്ങളും ജനങ്ങൾ ആരോട് പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു ജനകീയ MLA ഉണ്ട് ഇപ്പോൾ, വി കുഞ്ഞികൃഷ്ണനാണ്. അതായത് പയ്യന്നൂരിന്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതിയ ഒരു MLA എന്ന് വേണം പറയാൻ. MLAക്ക് നമ്മുടെ പ്രത്യേക പ്രോഗ്രാമിലേക്ക് ആദ്യം തന്നെ സ്വാഗതം. സ്വാഗതം സർ. ആദ്യം തന്നെ നിയുക്ത MLAക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്, ആശംസകൾ നേരുകയാണ്. ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത്. അപ്പോൾ ജനങ്ങൾ തന്നെയാണ് സാറിനെ വിജയിപ്പിച്ചത്. അത്രയേറെ ആവേശവും ആഗ്രഹവും ജനങ്ങളിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ നോക്കിക്കാണുന്നത്? ഞാൻ ജയിക്കാൻ വേണ്ടി മത്സരിച്ചതേ അല്ല. ഞാൻ മത്സരിക്കാനുള്ള ഒരാലോചനയും നടത്തിയിരുന്നില്ല. അപ്പോൾ ഞാൻ പാർട്ടിക്കകത്ത് 5 കൊല്ലം ചില വിഷയങ്ങൾ ഉയർത്തി പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അപ്പോൾ അത് പരിഹാരം കാണാൻ സാധിച്ചില്ല എന്ന ഘട്ടത്തിലാണ് ഒരു പുസ്തകം എഴുതി ജനങ്ങളോട് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ സന്നദ്ധമായത്. അപ്പോൾ അതോടുകൂടിയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. LDF ഇപ്പോൾ നിർത്തിയ സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഞാൻ മത്സരിക്കുമായിരുന്നില്ല. അപ്പോൾ എൻ്റെ മത്സരം പാർട്ടി തന്നെ അടിച്ചേൽപ്പിച്ച ഒരു മത്സരമാണ്. അത് നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഒരു വിജയപ്രതീക്ഷയിലുമല്ല മത്സരിച്ചത്. കാരണം 1,50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ ഇതേ ആൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1,50,000 വോട്ട് മറികടന്ന് ജയിക്കുക എന്ന് പറയുന്നത് സാധാരണ നിലയിൽ അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ പോളിംഗിന് ശേഷം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന അഭിപ്രായങ്ങൾ ഒരു പ്രതീക്ഷ നൽകിയിരുന്നു. മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം കുറക്കാൻ സാധിക്കുമെന്നല്ലാതെ വിജയിക്കുമെന്ന ഒരു ധാരണയും ആർക്കും ഉണ്ടായിരുന്നില്ല. എനിക്ക് മാത്രമല്ല, ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോളിംഗിന് ശേഷമുള്ള ജനങ്ങളുടെ പ്രതികരണം ഒരു വിജയപ്രതീക്ഷ നൽകുന്നതായിരുന്നു. വോട്ടെണ്ണി കഴിയുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്. പയ്യന്നൂരിലെ ജനങ്ങൾ മിഥ്യയെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതിനുള്ള ഉദാഹരണം തന്നെയല്ലേ അത്? തീർച്ചയായും. അതുപോലെ ഞങ്ങളിപ്പോൾ പറഞ്ഞ ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാവർക്കും ഓരോരുത്തരായി വന്ന് അറിയിക്കുക എന്നത് കുറച്ച് പ്രശ്നമുള്ളതായത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളിലൂടെ അത് അറിയിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പയ്യന്നൂരിൽ പുതിയ ബസ് സ്റ്റാൻഡ്. ഒരുപാട് അധിക്ഷേപങ്ങൾക്കും ട്രോളുകൾക്കും വിധേയമായ ഒരു ബസ് സ്റ്റാൻഡ്. കേരളത്തിൽ തന്നെ ഒരേ ഒരു ബസ് സ്റ്റാൻഡ് ഇത് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് എന്ന് വേണം പറയാൻ. അപ്പോൾ ആ ഒരു പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണത്തിന്, ആ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിനായി MLAയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ഇടപെടലുണ്ടാകും? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ബസ് സ്റ്റാൻഡുകൾ പഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും അധികാരപരിധിയിൽപ്പെട്ടതാണ്. ഗവൺമെൻറ് പണം കൊടുത്ത് ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചതായ ഒരറിവ് എനിക്കില്ല. അപ്പം നഗരസഭയാണത് ചെയ്യേണ്ടത്. നഗരസഭയാണ് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ പയ്യന്നൂരിൻ്റെ ആ ഒരു വികസനത്തിനെ നോക്കിക്കാണുമ്പോൾ MLA എന്നുള്ള ഭാഗത്ത് നിന്ന് സാറിന് ഒരു പരിമിതി വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ലേ? അല്ല, അതെന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളത് അന്വേഷിച്ച്, സർക്കാർ തലത്തിൽ അന്വേഷിച്ച് MLA എന്നുള്ള നിലയിൽ ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി അതിനുവേണ്ടി ചെയ്യും എന്നതാണ്. പക്ഷേ ഈ പൊതുവായി ഞാൻ മനസ്സിലാക്കിയത് ഈ ബസ് സ്റ്റാൻഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ളതാണ്, അവരുടെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. സർക്കാരിന് വേണമെങ്കിൽ
അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വായ്പ നൽകാം എന്നതല്ലാതെ സാമ്പത്തിക സഹായം നൽകാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അതിപ്പോൾ ഗവൺമെൻറ് വന്നതല്ലേ ഉള്ളൂ, ഇപ്പോൾ 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പം അത് ഗവൺമെൻറ് തലത്തിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ സാർ തന്നെ പറഞ്ഞു ഞാൻ MLA ആവാൻ ആഗ്രഹിച്ചില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഒരു MLA എന്നുള്ള നിലയിൽ ഇതുപോലെ ആഗ്രഹിക്കാത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ജയിക്കുക എന്നുള്ളതൊക്കെ സാറിൻ്റെ ഒരു ചിന്തയിലേ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പൊ MLA ആവുമ്പോൾ എന്തൊക്കെ ആ ഒരു MLA എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞോ? അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിച്ചു തുടങ്ങിയോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്? അല്ല, ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ പയ്യന്നൂർ മണ്ഡലത്തിന്റെ MLA ആണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പയ്യന്നൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മുൻകൈ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നതാണ്. അപ്പം ആ നിലയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വികസനത്തെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ ഒരു പ്രകടന പത്രികയൊന്നും തയ്യാറാക്കി അവതരിപ്പിച്ചിരുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിപുലമായ ജനങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കാൻ സാധിക്കത്തക്ക രീതിയിൽ വിപുലമായ നിലയിൽ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർത്ത് അപ്പോൾ അതിലൊരു വികസന രേഖയ്ക്ക് രൂപം നൽകി ഞങ്ങളൊരു കരട് അതിൽ അവതരിപ്പിക്കും. അതിൻ്റെ മേലെ ചർച്ച ചെയ്ത് ജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചൊരു വികസന രേഖയ്ക്ക് രൂപം നൽകി അതിന് പ്രയോറിറ്റി നിശ്ചയിച്ച്, മുൻഗണന നിശ്ചയിച്ച് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നതാണ് ഞങ്ങൾ കരുതുന്നത്. അത് തന്നെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെയാണ്. കാരണം ഞാൻ അടക്കമുള്ള വ്യക്തികൾ, കാരണം കുഞ്ഞുഷ്ണേട്ടൻ എന്ന ഒരു വ്യക്തിത്വത്തെ സ്വാധീനിച്ച അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ വിശ്വാസം അർപ്പിച്ച ഒരുപാട് ജനതകളുണ്ട്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് കുറച്ചൊരു വിശ്വാസമുണ്ട്. തീർച്ചയായും ആ വിശ്വാസം നിലനിർത്താനുള്ള എല്ലാ പരിശ്രമവും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. കാരണം ഞാൻ ഇപ്പോൾ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ പഞ്ചായത്തിലും പര്യടനം, ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കിയെല്ലാം നടന്നു കഴിഞ്ഞു. എരമംകുട്ടൂർ പഞ്ചായത്ത് ബാക്കിയുള്ളത് അത് നാളെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അവിടെയെല്ലാം ഞാൻ ഈ കാര്യം പറയുന്നുണ്ട്. ജനങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ച് ഈ വികസന രേഖയ്ക്ക് അന്തിമ രൂപം നൽകി അതിന് പ്രയോറിറ്റി നിശ്ചയിച്ച്, കാരണം വളരെ പെട്ടെന്ന് നടപ്പാക്കേണ്ടുന്ന പദ്ധതികളുണ്ടാകും, സാവകാശം എടുത്ത് നടപ്പാക്കേണ്ടുന്ന പദ്ധതികളുണ്ടാകും. അപ്പോൾ ആ നിലയിലൊരു മുൻഗണന നിശ്ചയിച്ച് പ്രവർത്തനം. ഇതിലൊക്കെ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അനുവദിക്കുന്ന ഫണ്ടും ഒരു വിഷയമാണ്. പക്ഷെ പരമാവധി ഫണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഗവൺമെൻറ്റും അതുമായി അനുകൂലമായി പ്രതികരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ സാറിനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അവർക്ക് ആ ഒരു വിശ്വാസം ഉണ്ട്, ഇതൊക്കെ ചെയ്യുമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം. അതുപോലെ MLAയുടെ അടുത്തെത്തിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് യാത്രക്കാർ പയ്യന്നൂരിൽ എത്തിച്ചേരുന്നുണ്ട്. പുറം നാടുകളിൽ നിന്ന് പോലും ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവർക്ക് നല്ലൊരു വാഷ്റൂം ഇല്ല, ഒരു ടോയ്ലറ്റ് ഇല്ല എന്നൊരു കാര്യം ജനകീയ പ്രശ്നമായി ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഞങ്ങൾ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ല, അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത് ആലോചിക്കാം. ഇപ്പോൾ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഒന്നുണ്ട്, അത് വൃത്തിയായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ പോരായ്മകളുണ്ട്. അത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്താം. ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിനടുത്തൊരു വിശ്രമ കേന്ദ്രം വഴിയോര വിശ്രമ കേന്ദ്രം എന്ന രീതിയിൽ ഒന്നുണ്ട്. അപ്പം അതും എങ്ങനെ മെച്ചപ്പെടുത്താം. ഒന്ന്, പയ്യന്നൂർ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലപരിമിതി വളരെ പ്രധാനമാണ്. തീർച്ചയായും ട്രാഫിക്കിന്റെ കാര്യത്തിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാർ വരെ ഈ പയ്യന്നൂരിന്റെ ട്രാഫിക് കൊണ്ട് വലഞ്ഞു നിൽക്കുന്ന ഒരുപാട്, നമ്മൾ ഈ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമാണ് ഈ യാത്രാ ദുരിതം ഒന്ന് അവസാനിക്കാൻ. ഏറ്റവും ആദ്യം ജനങ്ങൾ നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്നതും ഈ ഒരു യാത്രാ സൗകര്യം, ഈ ഒരു അസൗകര്യം തന്നെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഈ സ്ഥലപരിമിതി വെച്ചുകൊണ്ട് അതിനെ നേരിടാൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയോ? അല്ല, ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അതാണ് ഞാൻ ചർച്ച നടത്താൻ. ഈ പയ്യന്നൂർ ടൗണ് വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒട്ടേറെ പ്രയാസങ്ങളുണ്ട്. വളരെ ചെറിയ ഒരു റോഡ് സൗകര്യം ഒക്കെ ആണല്ലോ. അപ്പോൾ അത് വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ വ്യാപാരികളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഇടറോഡുകൾ വികസിപ്പിക്കുക, അപ്പോൾ ആ നിലയിൽ
ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് സ്വാഭാവികമായും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതും ആലോചിക്കുന്നതാണ്. അതുപോലെ തന്നെ പയ്യന്നൂരിൽ ഇപ്പോൾ ഒരുപാട് കെട്ടിടങ്ങൾ, പുതിയ പുതിയ കെട്ടിടങ്ങൾ എടുത്തിട്ടു എന്നല്ലാതെ ആ കെട്ടിടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത ഒരു നില വരുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഈ ഫിലിം തിയേറ്റർ അവിടെ പാതി വഴിയിൽ ഇട്ടു എന്നുള്ളതല്ലാതെ അത് എങ്ങനെ പ്രവർത്തിക്കാം, അല്ലെ അതിനെക്കുറിച്ച് ഇപ്പം പയ്യന്നൂരിലെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഫിലിം തിയേറ്റർ അവിടെ ഉണ്ടോ എന്നുള്ളത് പോലും അറിയില്ല. അപ്പം അതിനെ പറ്റിയിട്ട് അതിനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുക, അതുപോലെ അതിനെ പറ്റിയിട്ട് ഒരു പ്രചരണ പരിപാടി നടത്തുക, ഇങ്ങനെയൊക്കെ ഉണ്ട് പയ്യന്നൂരിലെ ജനങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല എന്താണ് പയ്യന്നൂരിന്റെ വികസനം, അല്ലെങ്കിൽ വികസനം എന്ന് നമ്മളിങ്ങനെ പറയുന്നതല്ലാതെ എന്താണ് ഈ പയ്യന്നൂരിന്റെ വികസനം, എങ്ങനെയാണ് പയ്യന്നൂർ വികസിക്കാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ ജനങ്ങളുടെ അടുത്ത് ഇനിയും എത്തിയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി അതൊക്കെ അവരിലേക്ക് എത്തിക്കുക, ഇങ്ങനെ ഒരു ഫിലിം തിയേറ്റർ അവിടെ ഉണ്ട്, അതിന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനത കൂടി പയ്യന്നൂരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്? അല്ല, പയ്യന്നൂർ നേരത്തെയുള്ള പ്രധാനപ്പെട്ട 3 വിഷയങ്ങളായിരുന്നു ബസ് സ്റ്റാൻഡും സ്റ്റേഡിയവും ഈ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ തിയേറ്ററിന്റെ പ്രവൃത്തി ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള റോഡിൻ്റെ ഒരു വിഷയമാണ് ബാക്കിയുള്ളത്. അപ്പം അതിൻ്റെ മന്ത്രിമാരൊക്കെ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പം അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായും അപ്പം അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ സാധിക്കത്തക്ക രീതിയിലൊരു ഇടപെടലുണ്ടാകും. സ്റ്റേഡിയം അതിൻ്റെ ഇന്നുള്ള പ്രയാസങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് ഇപ്പം ഞാൻ 2 ദിവസം മുമ്പേ പയ്യന്നൂരിൽ അധ്യാപകരുടെ ഒരു പരിശീലന പരിപാടി ഹൈസ്കൂളിൽ നടന്നു, ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ സ്കൂൾ തല കുട്ടികളുടെ കായിക മത്സരങ്ങൾ ഉൾപ്പെടെ പരിയാരത്ത് പോയിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. പയ്യന്നൂരിൽ അതിനുള്ള ഒരു സൗകര്യമില്ല എന്നതാണ്. അപ്പോൾ ഈ സ്റ്റേഡിയം വന്നാൽ അതിന് പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ വർഷങ്ങളായി സ്റ്റേഡിയം എന്ന് പറയുന്നതല്ലാതെ അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. അത് യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. അതിലും തുടക്കത്തിൽ തന്നെ ഒരിടപെടൽ നടത്തണം എന്നതാണ് മനസ്സിലുള്ളത്. ആ രീതിയിലുള്ള ഇടപെടൽ തിയേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉണ്ടാകും. മറ്റൊന്ന് പയ്യന്നൂരിലൊരു ടൗൺ ഹാളിൻ്റെ വിഷയമാണ്. ശ്രീകൃഷ്ണൻ MLA ആയിരിക്കുന്ന കാലത്ത് തന്നെ അവസാന ഘട്ടത്തിൽ ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ ഒരു ടോക്കൺ എമൗണ്ട് ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അന്നുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സ്ഥലം, ടൗൺ ഹാൾ നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തി നൽകേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി നൽകിയാൽ ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഗവൺമെൻറ് അനുവദിക്കും എന്നതാണ് അന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു ടോക്കൺ എമൗണ്ട് അന്ന് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആ സ്ഥലം കണ്ടെത്താൻ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ സ്ഥലം കണ്ടെത്തിയാലേ നമുക്ക് ഗവൺമെൻറ്റിൽ അത് സമ്മർദ്ദം ചെലുത്തി അതിന് ഫണ്ട് അനുവദിപ്പിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നീട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ടൗൺ ഹാളിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. ടൗൺ ഹാൾ പയ്യന്നൂരിൻ്റെ ഒരു നഗരസഭ എന്ന് പറയുമ്പോൾ അതിൽ ടൗൺ ഹാൾ അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഉണ്ടാകുന്നതാണ്. പക്ഷേ ആദ്യം സ്ഥലം കണ്ടെത്തി എടുക്കേണ്ടത് നഗരസഭയാണ്. ഇപ്പം ഈ അധ്യാപകരെ പറഞ്ഞതുപോലെ നമ്മളെ കുട്ടിക്കൂട്ടങ്ങളെ ചോദിച്ച കുറച്ച് അധ്യാപക പരിശീലനത്തിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും ആവശ്യങ്ങളുണ്ട്. കാരണം അവർ ഈ കായികം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ പഠന കാര്യത്തിലാണ് മുൻതൂക്കം കൊടുക്കുക. അപ്പോൾ ഈ പഠനത്തോടൊപ്പം തന്നെ ഈ കായികത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ പയ്യന്നൂർ നഗരസഭയിലുള്ള അതിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിൽ ഒരു മുൻതൂക്കം കൊടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ കൂടി ചെയ്യണം എന്നാണ് നമ്മുടെ കുട്ടിക്കൂട്ടങ്ങളുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്. തീർച്ചയായും. കാരണം കായികം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അത് ഒരു മാനസികമായ ഉല്ലാസം ഈ പഠനത്തോടൊപ്പം കായികമായും മാനസികമായും ഉള്ള ഒരു ഉല്ലാസം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയുടെ ഭാഗം തന്നെയാണ്. അതിനുള്ള സ്ഥലപരിമിതി പല സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങളില്ലാത്ത വിഷയങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത് അതാത് സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആലോചന
പിന്നീട് നടത്തുന്നതാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഫിലിം തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു കാട് മൂടിക്കിടക്കുന്ന അവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായ ഒരു കാര്യം ഞാൻ കണ്ടതാണ്. അവിടെ ഇപ്പോൾ ലഹരിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ കാട് മൂടിക്കിടക്കുന്നതുകൊണ്ട് ലഹരി ഉപയോഗിക്കാൻ ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു ലഹരിക്കെതിരെ അത് തടയുന്നതിനായി MLAയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ഇടപെടലുകൾ ഉണ്ടാകും? അല്ല, ഈ പട്ടണ പ്രദേശങ്ങളിലൊക്കെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളോ കെട്ടിടങ്ങളോ ഉണ്ട് എങ്കിൽ അവിടെയെല്ലാം ഈ ലഹരി സംഘങ്ങൾ താവളമുറപ്പിക്കുമെന്ന് നമുക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സർക്കാർ എന്നുള്ള നിലയിൽ തന്നെ ലഹരിക്കെതിരായി വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളും പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള ലഹരി വേട്ട തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ബോധവൽക്കരണമാണ് പ്രധാനമായും. അതോടൊപ്പം തന്നെ ഇത് ശക്തമായ നടപടി സ്വീകരിക്കുക എന്നത് മറ്റൊരു കാര്യം. ഈ നേരത്തെ നിങ്ങൾ കായിക മേഖലയുടെ പ്രശ്നം പറഞ്ഞല്ലോ. ഈ ലഹരിയിൽ, ഈ രാസലഹരിയിൽ നിന്ന് യുവാക്കളെ മുക്തമാക്കാൻ ഈ കായിക മേഖല ശക്തിപ്പെടുത്തിയാൽ കുറെ കൂടി സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യം അതാണ്. അതെ അതെ. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളെല്ലാം നമുക്ക് ആലോചിക്കാവുന്നതാണ്. എന്ത് ചെയ്യാൻ, എല്ലാം ഒറ്റയടിക്ക് പരിഹരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ, ആർക്കായാലും കഴിയില്ലല്ലോ. അതെ, അതുകൊണ്ടാണ് ഒരു വികസന രേഖയ്ക്ക് രൂപം നൽകി അതിന് പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലയിൽ പോകും. അതുപോലെ ഇനിയിപ്പോൾ ടൂറിസം മേഖലയെ എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ശ്രീകൃഷ്ണൻ MLA ആയിരിക്കുന്ന സമയത്താണ് തണൽ എക്കോ പാർക്ക് ബാക്ക് വാട്ടർ ടൂറിസം പദ്ധതി വന്നത്. അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണെന്ന് തോന്നുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം വീണ്ടും MLA മാറി വന്നു. എങ്കിൽ പോലും ആ ഒരു പാർക്കിൻ്റെ അവസ്ഥ, ബോട്ടുകളൊക്കെ തകർന്നു കിടക്കുന്നു, ആരും പോകാതെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അത്ര ശോചനീയമായി ലഹരി ഉപയോഗിക്കുന്നവരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ അവിടെ എത്തിയിരുന്നു. അപ്പോൾ അത്രയും മോശം അവസ്ഥയാണ് ആ ഒരു തണൽ എക്കോ പാർക്ക്. ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള ഒരു നിയോജക മണ്ഡലമാണ് പയ്യന്നൂർ നിയോജക മണ്ഡലം. ആ ഒരു നിയോജക മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പാർക്ക് ഇത്രയും മോശം അവസ്ഥയിൽ കിടക്കുന്നു എന്നത് തീർത്തും ലജ്ജാവഹം തന്നെയായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു പാർക്കിനെ വീണ്ടും ഒരു പുതുജീവൻ നൽകാൻ MLAയുടെ ഭാഗത്തു നിന്ന് എന്ത് ഇടപെടലാണ് ഉണ്ടാകുക? അല്ല, പയ്യന്നൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിപുലമായ രീതിയിലുള്ള ടൂറിസം സൗകര്യത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പയ്യന്നൂർ ഒരു ക്ഷേത്ര നഗരി കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ പിൽഗ്രിം ടൂറിസം, അപ്പോൾ അതുപോലെ തന്നെ കവ്വായി കായലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൂറിസം, പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ മലയോര മേഖലയിൽ ഒട്ടേറെ ടൂറിസം കേന്ദ്രങ്ങൾ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതിയെക്കുറിച്ച് മുമ്പ് ഒരു ചർച്ചയൊക്കെ നടന്നതാണ്. പക്ഷെ അത് ഇവിടെ എത്തിയിട്ടില്ല. എത്താതിരിക്കാൻ കാരണം സാമ്പത്തികം തന്നെയാണ്. പക്ഷെ അതിനും എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കുമെന്നത് ആലോചിക്കേണ്ട വിഷയമാണ്. അതും ആലോചനയിലുള്ളതാണ്. അതേപ്പറ്റി പറയുമ്പോൾ കവ്വായി കായലിനെ പറ്റി നമ്മൾ ഇതിനിടെ ആകാശവാണിയിൽ ഞാനൊരു റിപ്പോർട്ട് കണ്ടിരുന്നു. അപ്പോൾ അതിൽ അവിടെ ജനങ്ങൾ പറയുന്നത് തന്നെ ഇങ്ങനെയൊരു ടൂറിസം ഉള്ള കാര്യം നമ്മുടെ ജനങ്ങൾ വരെ അറിയുന്നില്ല, അവരവിടേക്ക് വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അതുപോലെ തന്നെ ചിലപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങളെ അതിൻ്റെ ഒരു ഇതുകൊണ്ടാവാം, അപ്പോൾ ജനങ്ങളിൽ ചിലപ്പോൾ പേടി ഉളവാക്കുന്നത് കൊണ്ടാവാം. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തി പയ്യന്നൂരിൽ ഇങ്ങനെയൊരു ടൂറിസം പദ്ധതി ഉണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള ജനങ്ങളെ ബോധിപ്പിക്കുക, ജനങ്ങളെ അത് അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. തീർച്ചയായും. അപ്പം അതിലെന്താന്ന് പറഞ്ഞാൽ ഈ മുറ്റത്തെ മുല്ലക്ക് സാധാരണ പറയാറുണ്ടല്ലോ. അപ്പം നമ്മളെ നാട്ടിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര സമീപത്തുള്ള ജനങ്ങൾ അറിയുന്നില്ല. അപ്പം അത് അറിയിക്കുക എന്നുള്ളത് മാധ്യമ പ്രചരണങ്ങളിലൂടെ മറ്റ് പ്രദേശത്തുള്ളവർ അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കവ്വായി കായലിൻ്റെ ഇന്ന് നിലവിലുള്ള പ്രശ്നങ്ങൾ, ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സ്വാഭാവികമായും ഉണ്ടാകേണ്ടത്. ഈ വികസന കൺവെൻഷനിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയ്ക്ക് വിധേയമാക്കും. അതിൻ്റെ എല്ലാം വിദഗ്ധരെ അതിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. അതുപോലെ നിരവധി തെയ്യക്കാവുകളുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂർ. ആ ഒരു പയ്യന്നൂർ പോലൊരു സ്ഥലത്ത് വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി രൂപീകരണമോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിൽഗ്രിം ടൂറിസം എന്ന നിലയിൽ നമുക്ക് അതിനുള്ള ഒരു ഇടപെടൽ നടത്താവുന്നതാണ്. ടൂറിസത്തിൻ്റെ ഭാഗമായി തന്നെ ഈ ക്ഷേത്രങ്ങളെയും ഉത്സവങ്ങളെയും തെയ്യങ്ങളെയും ഒക്കെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ ആ നിലയിലുള്ള ആലോചനകൾ ഉള്ളതാണ്. ഇത് എത്രത്തോളം ഈ കാര്യങ്ങളല്ലേ, ഇതെല്ലാം സ്വപ്നമാണ്.
ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എത്രത്തോളം സാധിക്കും എന്നുള്ളത് അതിനാണ് നമ്മൾ 5 അതെ, വർഷക്കാലം അതെ, കിടക്കുന്നത്. അതുപോലെ നേവൽ അക്കാദമി ഉൾപ്പെടെയുള്ള ദേശീയ സുരക്ഷാ മേഖലയ്ക്കുള്ള ഒരു പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ MP-യുമായി സംസാരിച്ച് കൂടുതൽ ട്രെയിൻ സ്റ്റോപ്പുകൾ ഉണ്ടാക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? അതിനുള്ള നടപടിയും സ്വീകരിക്കും. പക്ഷേ അതിൽ 2 അഭിപ്രായമുണ്ട്. ഇപ്പോൾ വന്ദേ ഭാരത് വന്നു, പലയിടത്തും സ്റ്റോപ്പ് വേണം എന്ന് പറയുന്നു. അതിൻ്റെ യാത്രാ സമയ ദൈർഘ്യം കുറക്കാൻ സ്റ്റോപ്പ് കുറഞ്ഞതുകൊണ്ടാണ് സാധിക്കുന്നത്. ഇപ്പോൾ ജില്ലയിൽ ഒരു കേന്ദ്രം എന്ന രീതിയിൽ മാത്രമേ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ നമുക്ക് പയ്യന്നൂർ സ്റ്റോപ്പ് വേണം, നമ്മുടെ ആവശ്യം തന്നെയാണ്. അപ്പോൾ സ്റ്റോപ്പ് കൂടുതലായി അനുവദിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല പലയിടത്തും ഈ ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റോപ്പ് കൂടുതൽ അനുവദിക്കുമ്പോൾ ഈ യാത്രാ സമയം നീണ്ടുപോകും, ദീർഘിക്കും എന്നൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് MP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ആ നിലയിലൊരു ബന്ധപ്പെടൽ നടത്തും. പിന്നെ മറ്റൊരു ചെറിയൊരു നിർദ്ദേശം വെക്കാനുള്ളത്, നമ്മുടെ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കലാകാരന്മാർ, ഇപ്പം ഈ പറഞ്ഞ പോലെ തെയ്യത്തിനായാലും മറ്റ് സാഹിത്യ സാമൂഹിക രംഗത്തിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. അതിൽ വേണ്ടവർക്കൊക്കെ അംഗീകരിക്കപ്പെടുന്നവർ അംഗീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതല്ലാത്ത ഒരുപാട് നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് സാഹിത്യകാരന്മാരായിക്കോട്ടെ കലാകാരന്മാരായിക്കോട്ടെ അവരെയൊക്കെ നമ്മുടെ പയ്യന്നൂർ സാഹിത്യോത്സവത്തിൽ ഒരു കുറച്ച് ആൾക്കാരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയ്യന്നൂരിലുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പരിപാടികൾ സംഘടിപ്പിച്ചുകൂടി, അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരം കൊടുത്തുകൂടി. അവാർഡുകളൊക്കെ കിട്ടുന്നവർക്ക് അത് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, അവരെ മുൻനിരയിൽ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഓൾറെഡി ആ ഒരു നിലയിലുണ്ട്. പക്ഷെ അതില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ മുൻനിരയിൽ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നുകൂടെ, അവരെ ആദരിക്കാനുള്ള, അങ്ങനെ സാഹിത്യ സാംസ്കാരിക രംഗത്തിലുള്ള അറിയപ്പെടാത്ത ആൾക്കാരെ ഒന്ന് നമുക്ക് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തിക്കൂടെ എന്നുള്ള ഒരു ചോദ്യമാണ്. അതെല്ലാം ആലോചിക്കാവുന്ന വിഷയം തന്നെയാണ്. അതൊക്കെ പിന്നീട് നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്നത് മാത്രം. ഇനി ആരോഗ്യരംഗം എടുക്കുകയാണെങ്കിൽ പയ്യന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ആ ഒരു ആശുപത്രിയിൽ പലരും പറയുന്നുണ്ട് ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല, മരുന്നുകളില്ല, അങ്ങനെ പല മോശപ്പെട്ട അനുഭവങ്ങളും പറയുന്നുണ്ട്. ഏറ്റവും ഒരു നിർദ്ദേശം വെക്കാനുള്ളത്, നമ്മുടെ പയ്യന്നൂർ പരിസര പ്രദേശങ്ങളിലുള്ള ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ, നഗരസഭ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ആശുപത്രികളായിക്കോട്ടെ, ഇതുപോലെയുള്ള KCB ജനങ്ങളോടുള്ള പെരുമാറ്റ രീതിയിൽ ഒരു വളരെ വിഷമിപ്പിക്കുന്ന രീതിയാണ് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് വേണ്ട എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ? നല്ല രീതിയിൽ ജനങ്ങളോട് പെരുമാറാനുള്ള, അല്ലെങ്കിൽ അവരിപ്പോൾ ഒരു ആവശ്യവുമായി വന്നാൽ അതിന് ഒരുപാട് നടത്തിക്കുന്നു എന്നുള്ളത്, നമ്മളെ ചെരുപ്പ് തയ്യുന്നു എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇടപെടൽ രീതി, അവരോടുള്ള ഇടപെടൽ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ ഒരു MLAക്ക്? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള കെട്ടിട സൗകര്യമുണ്ടായി എന്നതൊഴിച്ചാൽ ഒട്ടേറെ പരാതികൾ ജനങ്ങൾക്കുണ്ട് എന്നതൊരു വസ്തുതയാണ്. ആവശ്യത്തിന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ല എന്നൊരു വിഷയമുണ്ട്. അതുപോലെ മറ്റ് ലാബ് ഉൾപ്പെടെ മരുന്നുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട്. മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ടോക്കൺ സംവിധാനം ഫോൺ മുഖേന തന്നെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായി പരിഹരിക്കാൻ, ഞാൻ ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യവകുപ്പ് ഇന്നയാൾക്കാണ് എന്ന് മനസ്സിലാക്കി മന്ത്രിയെ നേരിട്ട് പോയി കണ്ടിരുന്നു. പക്ഷെ പിന്നീട് ഒരു തകിടം മറിച്ചൽ ഉണ്ടായെങ്കിലും അവസാനം അതിലേക്ക് തന്നെ എത്തി. അപ്പം അയാൾ എല്ലാ വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട്. പയ്യന്നൂർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സഹായവും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആവാന്നല്ലേ പല മന്ത്രിമാരെയും ഞാൻ നേരത്തെ പോയി കണ്ടിരുന്നു. സത്യപ്രതിജ്ഞക്ക് മുമ്പ് തന്നെ പോയി നേരത്തെ അറിഞ്ഞിരുന്നു ഇന്ന മന്ത്രിമാരൊക്കെയാണ്. അതൊക്കെ തിരുവനന്തപുരത്ത് അറിഞ്ഞിരുന്നല്ലോ. ആവാന്നല്ല. പക്ഷെ അതിൽ പിന്നീട് ചില മാറ്റങ്ങൾ അറിയില്ല. പക്ഷേ ഇത് ആരോഗ്യവകുപ്പ് ഇദ്ദേഹത്തിൽ നിന്ന് മാറുമെന്ന ഒരു ശ്രുതി പിന്നീട് വരുന്നു. അവസാനം ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ അവസാനം വന്നുപോയി. അപ്പോൾ ആ നിലയിൽ മന്ത്രിമാരുമായി കുറേയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. മറ്റു മന്ത്രിമാരെയും ഇനിയുള്ള ദിവസങ്ങളിൽ ബന്ധപ്പെട്ട് ഓരോ വകുപ്പിലും നമുക്ക് ചെയ്യിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഫിഷറീസ് കോളേജ് ഉണ്ട് പയ്യന്നൂർ.
അതെ. കേരളത്തിൽ അതിൻ്റെ പിന്നെ യൂണിവേഴ്സിറ്റി കഴിച്ചാൽ ആകെയുള്ളത് പയ്യന്നൂർ. അത് ഒട്ടേറെ വിഷയങ്ങൾ ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഈ പറഞ്ഞ പോലെ പയ്യന്നൂറുകാർക്ക് അതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല. പയ്യന്നൂരിന് പുറത്തുള്ളവരാണ് അവിടെ ഭൂരിപക്ഷവും പഠിക്കാൻ വരുന്നത്. അപ്പൊ അതിനൊട്ടേറെ പരിമിതികളും പാലാരിഷ്ടതകളും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിന് പയ്യന്നൂരിൽ ഇന്ന കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ആവശ്യത്തിന് അത് ഉപയോഗിക്കണം എന്നുള്ള ധാരണ ആദ്യം പയ്യന്നൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അതൊക്കെ അത് ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നീക്കാവുന്നതാണ്. പറഞ്ഞ പോലെ ആശുപത്രിയുടെ ഒരു കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എത്തിക്കേണ്ട കാര്യം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓരോ വിഭാഗത്തിനും അവിടെ ആൾക്കാരില്ല എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് പോയാൽ ഒരു 2 പേരെ അവിടെ ഉണ്ടാവുള്ളൂ. എല്ലാ അസുഖത്തിനും അവരെ തന്നെ കാണിച്ചോളൂ, എന്ത് നമ്മൾ ഇങ്ങോട്ട് വന്നോളൂ. അങ്ങനെ ഒരു ഇതാണ് ഇപ്പം അവിടെ ഉള്ളത്. അപ്പം അതിന് തീർച്ചയായും ഒരു മാറ്റം വരേണ്ടതാണ്. അതുപോലെ ആവശ്യത്തിന് മരുന്നുകൾ ലഭ്യമാകുക. ഇതുപോലെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള മരുന്നൊന്നും അവിടുന്ന് ലഭ്യമല്ല. അപ്പോൾ അതും കൂടെ അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപകാരപ്രദമാവും. പയ്യന്നൂരിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും അത്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ ഒരു രീതിയിൽ നിന്ന് മാറി വീണ്ടും ഒരു രാജഭരണത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് പല ജനങ്ങളും സംശയിച്ച ഒരു നാളുകളായിരുന്നു കഴിഞ്ഞു പോയ നാളുകൾ. മാറ്റത്തിന് വിധേയമാണ്, എല്ലാ മാറ്റത്തിനും വിധേയമാണെങ്കിൽ കൂടിയും ഈ ഒരു ജനാധിപത്യം, സോഷ്യലിസം ഇത് എന്നും നിലനിൽക്കേണ്ട ഒന്ന് തന്നെയല്ലേ? ഈ മാറ്റത്തിന് വിധേയമാണ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം മാറ്റം പുരോഗമനപരമായിരിക്കുന്നു. ഇന്നതല്ല, പുറകോട്ട് പോക്കാണ് മാറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാജാവും പ്രജയും എന്ന രീതിയിൽ കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ജന്മികുടിയാൻ ബന്ധമുണ്ടല്ലോ പഴയ കാലത്തെ, ആ നിലയിലേക്ക് മാറുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാറ്റം എന്ന് പറയുമ്പോൾ അത് പുറകോട്ട് പോക്കല്ല, മുന്നോട്ട് പോക്കാണ് ആവശ്യം. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയല്ല ഉള്ളത്, അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നതാണ്. പാർട്ടിക്കകത്ത് വലിയ നിലയിൽ അപജയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് ശരിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തെളിയിച്ചിട്ടുണ്ട്. തിരുത്താൻ CPM തയ്യാറാകുമോ എന്ന് നമുക്കറിയില്ല. തിരുത്തിയാൽ നല്ലത് എന്നത് മാത്രമേ പറയാം. എന്തായാലും ഒരുപാട് ജനകീയ വിഷയങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ പറയാമെന്ന് കരുതിയാൽ നീണ്ടു പോകും. നമുക്ക് സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് നെറ്റ്വർക്ക് ചാനലിലൂടെ തന്നെ പല വിഷയങ്ങളും MLAയുടെ അടുത്ത് എത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ജനങ്ങളോടും പറയാനുള്ളത്. വരുന്ന 5 വർഷം ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടിയാണ് കാത്തിരിക്കുന്നത്. 5 വർഷക്കാലം സമയമുണ്ട്. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ഹിതത്തോടു കൂടി ചെയ്യാൻ സാധിക്കട്ടെ. നല്ലൊരു സേവനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം.